കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള കളഭം കൊണ്ട് ഏത് രൂപത്തിലാണാവോ എന്ന് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത്. നമുക്ക് ദർശനം തരാനായിട്ട് ഏത് രൂപമാണ് എടുത്തതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഉത്സവകാലത്തിൻ്റെ ആരംഭമായി. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഭഗവാനും നല്ല സന്തോഷത്തിനാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്ത് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മളങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വന്ന് ആ കൊടിമരും അതേപോലെ വലിയ ബലിക്കല്ലൊക്കെ കണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു ചെറിയ ഉണ്ണീനെ കാണാണ്ട് ഉണ്ണിയുടെ കാലുകൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ശരിക്കും ആലില്ലയിൽ കിടക്കുക എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ കിടക്കുകയാണ്. ചെറിയ ഉണ്ണിയാണ്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് ഇടത്തെ കാലൊന്ന് പൊക്കി വെച്ചിട്ട് വലത്തെ കാലിൻ്റെ പെരുവിരൽ കുടിക്കുകയാണ് ഉണ്ണി. പാവൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് യശോദാമയും കൊടുത്തില്ല. അതുകൊണ്ട് മേൽശാന്തി ഒന്നും കൊടുത്തില്ല. അതൊന്നും അതാണ് ഇപ്പോൾ ആ കാണിച്ചു കൂട്ടുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. എനിക്കൊന്നും തന്നില്ല ആരെന്ന് പറഞ്ഞിട്ടേ കറിയാം. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണം കൊടുത്തിട്ടാണുള്ള ഉണ്ണി കേട്ടോ. എന്തായാലും അടച്ച് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ഗോപീതിലകം തിരുനെറ്റിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. പീലിയൊക്കെ ചാർത്തി കൊടുത്തിരുന്നു. അപ്പോൾ പക്ഷേ ഇതൊന്നും കിട്ടിയിട്ടില്ല. അമ്മ ഇനിയിപ്പോൾ വെണ്ണ തരുമോ, യശോദാമ്മ വെണ്ണ കൊണ്ടുവന്ന് തരുമോ എന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നു. ആ ഒരു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള പോലെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു കാഴ്ച. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്. പിന്നെ മുകളിൽ തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും പോലെയുള്ളത് 2 അതേപോലെ 2. പിന്നെ 2 വലിയ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളത് 1, പിന്നെ താമരയും തെച്ചിയും കൂടി ഉള്ളത് 1, വെളുത്ത പൂവും. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടിമാലയുണ്ട്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ചെറിയ ഉണ്ണിയായിട്ട് നല്ല എന്താ പറയുക പൊടുപൊടുന്നതിനുള്ള ഒരു ഉണ്ണി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് കാണാണ്ട് വളരെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ എന്താ പറയുക പെരുവിരൽ വലത്തെ കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ വായിലേക്ക് എത്തിച്ച് 2 കൈ കൊണ്ട് നല്ല പണിപ്പെട്ടിട്ടാണ് കൊണ്ടുപോയിട്ട് കുടിക്കുകയാണ്. ഒന്നും കൊടുക്കാത്ത ആൾക്കാരാണ്. എന്താ ചെയ്യുക? നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നും, പാവം എന്തെങ്കിലും കൊടുത്തുകൂടേന്ന് ആ ഉണ്ണിക്ക്. അങ്ങനെ നമ്മളപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും തൊഴുതോളൂ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ആഗ്രഹം ആ ഗുരുവായൂരപ്പൻ സാധിച്ചു തരും പൊന്നുണ്ണിക്കണ്ണൻ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ മായാദേവീനെയൊക്കെ കാണാം. പിന്നെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നരസിംഹസ്വാമി ഇങ്ങനെ ഇരിക്കണ കാണാം.
ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാരത്തിലെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമി എടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കണ്ട് തിളങ്ങി നിൽക്കണ കാണാം. പിന്നെ മണിക്കിണറും അതേപോലെ ആ നൃത്താറിയും മുളയാറിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ മേൽപ്പത്തൂരിനെയും അതേപോലെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തി അമ്മയെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മളവിടെ പോയി ദർശനം കിട്ടിയ പോലെയാവും. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നമ്മൾ ഭഗവാന്റെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. ആ പൊന്നുണ്ണിയെ ആ മലന്ന് കിടന്ന് വലത്തെ കാലിൻ്റെ പെരുവിരലുണ്ണുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ട് പ്രദക്ഷിണം ചെയ്ത് വന്ന് നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് അങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് പോവാം. അങ്ങനെ വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ നോക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മി ആളിൻ്റെ അതിലൂടെ അങ്ങനെ വന്നാൽ നേരെ നാരായണാലയം കാണാം. കയറുമ്പോൾ തന്നെ പൂന്താനം തിരുവേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കാണാം, കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഭഗവതി നടയിലും അതേപോലെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞ് തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.